ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കണ്ടൻറ് ആയിട്ടാണ്. ഹോം ടൂർ എന്നുള്ളൊരു കണ്ടൻറ്റാണ്. ഞാൻ അന്ന് തൊട്ടേ വിചാരിക്കണതാണ് ഹോം ടൂർ ചെയ്യണമെന്ന്. ഹോം ടൂർ, വെൽക്കം ടു ഹോം ടൂർ ഓഫ് മൈ ഗ്രാൻഡ് പാരൻസ് ഹൗസ്. ഇത് നമ്മുടെ പഴയ വീടാണ്. അപ്പോൾ പുതിയ വീട് പണിതിട്ടുണ്ട്. അത് ഞാൻ ഗ്രാൻഡ് പാരൻസ് ഹോം ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പം ഇന്നത് കാണിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ കണ്ടൻറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം ഈ ബാക്കിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്. ശരിക്കും ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 2-3 മാസമായി, 4 മാസമായിട്ട്. മെയിൽ കഴിഞ്ഞതാണ്. 4 മെയ്, ജൂൺ, ഏപ്രിൽ ഞാൻ എന്ത് പറയണേ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 3 മാസം, 3 മാസം കഴിഞ്ഞു. അപ്പം കഴിഞ്ഞില്ല, 3 മാസം ആവാൻ പോകണം. അന്നേരമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ടിപ്പുളി ഹൗസ് പറയക്കട വന്നുണ്ടേ. അപ്പോൾ നമുക്ക് നേരെ എടുത്ത് പോവാം. പറയണത് ഇതാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. നല്ല നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്ലേസാണെന്ന് പറയണത്. ഇതൊക്കെ കേട്ടോ, ഇവിടെ ഒരു തൊഴുത്താണ് കേട്ടോ. തൊഴുത്തിൽ പശുവൊന്നുമില്ല, എല്ലാം ചത്തുപോയി ഗൈസ്. ഇത് പറയാനും. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലാക്കിക്കുട്ട നടന്നു വന്നിട്ട് നമ്മുടെ ബ്ലാക്കി. ഇതാണ് നമ്മുടെ ന്യൂ ഹൗസ്. നമ്മുടെ പഴയ വീടിനോട് ചേർത്തിട്ട് ഉള്ള ആ ഒരു ഹൗസാണ് ഇതെന്ന് പറയുന്നത്. ബ്ലാക്കിയുടെ അവിടെ നിന്ന് മാറാൻ പറ്റുമ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കണം. നമ്മളിങ്ങനെ ഇത് റേഞ്ച് പിടിച്ച് ഇപ്പം നമ്മൾ മഴയാണ് ടർപ്പാള കിട്ടിക്കണേ. അതിൻ്റെ ലുക്കൊക്കെ പോയി കണ്ടോ. അപ്പോൾ ഇവിടെ ചെളിയാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടർപ്പാളൊക്കെ ഇട്ടിരിക്കുന്നത്. മഴക്കാലമാണല്ലോ, അപ്പം നമ്മൾ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. തൽക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്കി നമ്മളെ പണ്ടൊട്ടേ ഉള്ളൊരു പട്ടിക്കുറ്റിയാണ്. അവിടെ ഒരു ടാപ്പ് വരുന്നുണ്ട്. മമ്മി ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലാക്കി എൻ്റെ പുറകെ നടക്കുന്നു. അതൊക്കെ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇപ്പം ഇവിടെ ഫുള്ള് മെസ്സായിട്ടാണ് കിടക്കണത് പുറത്തൊക്കെ. ചിലപ്പോൾ മഴയാണ്, എത്ര അടിച്ചാലും കുഴപ്പമൊന്നും. നമ്മുടെ ഗേറ്റ് കേട്ടോ, എൻട്രൻസ് ഗേറ്റ് ഓഫ് സിറ്റ് ഔട്ട് എൻട്രൻസ് ആണ്. അയ്യോ, ഞാൻ വാലടച്ചിട്ട് പിന്നെ അകത്തോട്ട് കയറി. ഗൈസ്, ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് നല്ല പ്ലേസ് ഉണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിന് ഇരിക്കാനൊക്കെ. ഇവിടെ നമുക്കിത് ഇത്ര ഇരിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെയും വേണമെങ്കിൽ ഒരു ചെറിയ പിള്ളേർക്കൊക്കെ ഇരിക്കും. ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ പ്ലേസ് ഉണ്ട്. പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്ലേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അയ്യോ എൻ്റെ കൈ. പിന്നെയെന്ന് പറയണത് ഇതാണ് കേട്ടോ. നമുക്ക് ഇത്രയും പ്ലേസ് അവിടം വരെ ഉണ്ട്. അത് പറഞ്ഞിട്ട് 2 ചെയർ. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരു മിറർ ടൈപ്പ് ഓഫ് ഇത് വേറെ സോഫയായിരുന്നു. സോഫ നമ്മൾ കുഷ്യൻസൊക്കെ മാറ്റി ഇവിടെ ഇങ്ങനെ ആക്കി. നമ്മുടെ മിറർ പ്ലസ് വിൻഡോ ആണ്. ഇതാണ് വേറെ വരണമെന്ന് പറയണത്. കണ്ടോ, ഹായ്, നല്ല സ്ഥലം കാണാൻ. ഇപ്പം ഇവിടെ നമുക്ക് ഒരു കോളിംഗ് ബെല്ല്, ഫാനൊക്കെ ഇതൊക്കെ. ഇവിടെ ഒരു ഫാൻ, 2 ഫാൻ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ബോർഡർ വരുമ്പോൾ അങ്ങോട്ടേക്ക് കാറ്റ് വരത്തില്ല. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. 3, 2, 1 ഗോ സൈക്കോ. അപ്പോൾ അതെ, നമ്മൾ നേരെ കയറിക്കണ അകത്താണ്. ഇത് ഞാൻ നേരെ തിരിച്ച് ഇവിടെ ആയിരുന്നു വെക്കാറ്. എന്നതിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ കാല് ചവിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ചവിട്ടി കൊളാവേണ്ടത്. പക്ഷേ ഇപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടെ കടക്കാൻ ആരുമില്ല. അപ്പോൾ അമ്മച്ചി എന്നെ ചെയ്യുന്നറിയുമോ, അമ്മച്ചി കുശു വരയ്ക്കാൻ നേരത്ത് ഇതെടുത്ത് തലയിടാൻ ഉപയോഗിക്കാം. അതാണ് ഇവിടെ വന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രേരിയായിരുന്നു. ഇതുണ്ട്. ഇപ്പോൾ ഇത് അപ്പയുടെ പണിയാണ്. ഞാൻ പണ്ട് തൊട്ട് പറഞ്ഞതായിരുന്നു. നമ്മുടെ ഊതുപത്തിയൊക്കെ മണത്തിനകത്ത് അത്ര ഏരിയ ആയിട്ട് കൂട്ടത്തില്ല. അപ്പോൾ പിന്നെ എത്ര വട്ടം പറഞ്ഞാലേ ഇത് ഞാൻ വരച്ചതല്ല, ഞാൻ കളർ ചെയ്തതാണ്. ഇതൊക്കെ എനിക്ക് മാറ്റണം. അതൊക്കെ ഞാൻ ചെയ്ത്. നമ്മുടെ 2 എഴുത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, ഒരു കുരിശുണ്ട്. ഇത് മാറ്റണം. ഇത് ലൈൻഡായിപ്പോയി. അപ്പം ഇതൊരു വേസാണ് കേട്ടോ. ഇത് ലൈറ്റൊക്കെ കത്തും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടാണ് കത്തണം. ഇപ്പോൾ യെല്ലോയിലേക്ക് മാറി. നമുക്ക് സ്മെല്ലിന് വേണ്ടി ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇതൊരു പർപ്പിളിഷ് ഷെയ്ഡുണ്ട്. അത് ഭയങ്കര ഇത് വൈറ്റായിട്ടാണ് നിങ്ങളുടെ ക്യാമറയിൽ കാണുന്നത്. ശരിക്കും ഇത് നല്ല യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഗ്രീൻ കണ്ട് ഗൈസ്. നിങ്ങൾ ഇതിനകത്ത് ഫുള്ള് ലൈറ്റാണ് കേട്ടോ ക്യാമറയിൽ കാണുന്നത്. നല്ല ഡാർക്കിഷ് ഉണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം പർപ്പിളാണ്. പർപ്പിൾ വരുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാം. പിന്നെ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പർപ്പിൾ വരുന്നില്ല ഗൈസ്, പർപ്പിൾ വരട്ടെ.
ഏകദേശം കണ്ടോ പർപ്പിൾ കണ്ടോ ഇത് ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിയാണ് കേട്ടോ. ക്യാമറ കാണാൻ കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് കത്തട്ടെ. ഓക്കെ, അടുത്തത് ഇവിടുന്ന് ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട്. നമ്മളിത് ജസ്റ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് വേറെ ഒരു ഫ്ലവർ ഷേപ്പ് കാണാവോ? അങ്ങോട്ട് പോയത് അമ്മച്ചിയാണ് കേട്ടോ. അപ്പം ഇതാണ് വേറൊരു സോഫ. ഇപ്പോൾ സോഫ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ ടേബിൾ തന്നെ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയണേ, ഇപ്പോൾ കറണ്ടില്ല, അതാണ് ഞാൻ ലൈറ്റൊക്കെ ഇടുന്ന കുറവായിട്ട് കാണിക്കണേ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ മിക്കപ്പോഴും ഞാനാണ് ഇരിക്കാറ്. അപ്പം കണ്ടോ, ഇത് അപ്പിച്ചിട്ടുള്ള വേറെ ഇതെൻ്റെയാണ്. ഞാനിവിടെയാണ് നിന്ന് എക്സാം സയൻസിലൊക്കെ പഠിക്കാറ്. നമ്മുടെ ഒരു ക്യാരം ബോർഡ് ഇട്ട് നമ്മുടെ ഷെൽഫ് കിട്ടണയാണ്. എന്താ നമ്മുടെ ഷെൽഫ്, നമ്മുടെ ബെഡിൽ ഇവിടെ ആരൊക്കെയോ കിടന്നതിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. ഇത് ഒരു ഷെൽഫ്. അതിനെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബോഗികളൊന്നും വേണില്ല. ഇതിനകത്തിനുള്ള പ്രത്യേകിച്ച് സാധനമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതെ, ഇവിടെ സാധനം വെച്ചിട്ടുണ്ട്. കാരണം ഗസ്റ്റ് റൂമല്ലേ, ഗസ്റ്റിന് യൂസ് ചെയ്യാനുള്ളതല്ലേ. പിന്നെ ഇത് 2 ഗ്ലാസസ്, ഇത് നമ്മുടെ ഇത്. അതെ, പിന്നെ റൂം സ്പ്രേ ഇവിടെ എപ്പോഴും എല്ലാ റൂംസിലും മിക്കപ്പോഴും വെക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. നെക്സ്റ്റ് ഉണ്ട് നമ്മുടെ ഞാൻ ജസ്റ്റ് ഒരു അടയ്ക്കണ ഒരു വീഡിയോ കാണിച്ചിടാം. അപ്പം നെക്സ്റ്റ് എന്ന് പറയണത് ഡൈനിങ് ഹാളാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ നമുക്കിത് ഇവിടെ ലൈറ്റ് ഇടാം. നമുക്ക് 3 ടൈപ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഇവിടെ അവിടെ ഞാനിപ്പോൾ നല്ല ഡാർക്കസ്റ്റ് ലൈറ്റ് നോക്കി ഇടാം. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാവേ. നോക്കട്ടോ, ബ്യൂട്ടി അല്ലേ, ഒരു ബ്യൂട്ടി. നമുക്കിത് ലൈറ്റ് ഇടാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതെന്ന് പറയുന്നത് എൻ്റെ ഈ സാധനം പൊട്ടിപ്പോയതിൻ്റെ പകരമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഷോക്കേസ്, ഡൈനിങ് ഷോക്കേസാണ് എന്ന് പറയണത് കേട്ടോ. ഒരു പൊടി സാധനം, ഇതിൽ വൈബ് സാധനം. വീട്ടിൽ കറണ്ടില്ലതാണ്. പിന്നെ തൊട്ട് താഴെയാണ് കേട്ടോ ഇൻവെർട്ടർ വരുന്നത്. പിന്നെ ഈ നമ്മുടെ ഡൈനിങ് ഏരിയ, അതായത് നമ്മുടെ ഡിന്നർ കഴിക്കാനും ഡിന്നർ എന്തായാലും ബാക്കത് അല്ല. പിന്നെ ഒരു വാഷ്റൂം വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ LED മിററാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാതെ ഇരുന്നിരുന്ന് ഇപ്പോൾ ഇപ്പോൾ ടച്ച് പോലും വർക്ക് ആവണില്ല കണ്ടോ. എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒക്കെ സാധനമുള്ള വീട്ടുകാർ. ഈ നമ്മുടെ സാധാ ഒരു വാഷ് ബേസിൻ, ഈ സാധാ വാഷ് ബേസിനല്ല, നമുക്ക് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം സ്റ്റോറായി കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാഷ് ബേസ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോറിങ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സോപ്പ്, ഹാൻഡ് വാഷ് അങ്ങനത്തെ ഒക്കെ വെക്കുന്ന സാധനങ്ങൾ. നമ്മുടെ കൂളിംഗ് ബില്ലൊക്കെ ഉണ്ടോ ഗീസ്, അതൊക്കെ ഞാൻ പിന്നെ കാണിക്കണം. അത് നമ്മുടെ വിൻഡോ, അന്ന് നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വിൻഡോ ഇതാണ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയണത് ഞാൻ പറയുന്നത് ഇച്ചിരി മെസ്സാതെ ക്ലീനാക്കി ഇപ്പോൾ ഞാൻ കട്ടാക്കിയത് ഒരു സ്പീക്കർ ഇരിക്കുന്നത്. നമുക്കിവിടെ സ്റ്റോറർ വരുന്ന ചെറിയ ഒരു ബെഡ്, ചെറിയ നല്ല അടിപൊളി കിങ് സൈസ് ബെഡ് വരുന്നത് 3 പീപ്പിൾസിന് കിടക്കാൻ പറ്റും. അതായത് ഞാനിവിടെ വരുമ്പോൾ ഞാനും അപ്പയും അമ്മയും കൂടെയാണ് ഇവിടെ കിടക്കാറ്. അപ്പം അടുത്തത് പറയുന്നത് നമ്മുടെ ഇതൊരു അയണിങ് ടേബിൾ, ഇത് അയണിങ് പ്ലേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അപ്പുറത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെൽഫാണ്, എല്ലാത്തിൻ്റെ ഷെൽഫ് ഞാൻ മേറിയിട്ടാണ്. ഇത് സെയിം തന്നെയാണ്. ഇവിടെ നിന്ന് പുറകിലോട്ട് നോക്കിയുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ മഴയാണ് കേട്ടോ. സ്റ്റെപ്പ് ഞാൻ പുറകോസ്റ്റോടെ എല്ലാം പുറത്തോടെയൊക്കെ ചുറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വേറെ വീഡിയോ ഇട്ട് തരാവേ. അപ്പോൾ നമുക്ക് ഹോം ടൂറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് പുറകത്തേക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇത് അപ്പുച്ചേച്ചിയുടെ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് എന്ന് പറയണത് നമുക്ക് നെക്സ്റ്റ് റൂമിൽ പോകാം. അപ്പം ലൈറ്റൊക്കെ ഓഫാക്കി നമ്മുടെ നേരെ ഡോറൊക്കെ അടച്ചു നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഇപ്പോൾ ഫുള്ള് മെസ്സാണ്. കാരണം നമ്മളിപ്പോൾ കുറച്ച് കുക്കിംഗ് പണിയില്ലായിരുന്നു. അപ്പം എന്നാ കുക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അവിടെയൊക്കെ തുറന്ന് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഇതൊക്കെ പറയണത് ഫ്രിഡ്ജ്, ഇതുപോലത്തെ സ്റ്റോറിങ് തിങ്സ്, അവിടെ ബേക്കറീസ് ഉണ്ടായിട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ. കിച്ചൺ പ്രത്യേകിച്ച് ചുറ്റിക്കളിഞ്ഞ് ഞാൻ കാണിക്കുന്നില്ല, കാരണം അവിടെ മുഴുവൻ മെസ്സായിട്ട് കിടക്കുന്ന കാരണം. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ഫുള്ള് മെസ്സാണ് കണ്ടോ. ഇതൊക്കെ കണ്ടോ. ഇതാണ് അമ്മച്ചിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ
പിന്നെ നമുക്ക് 2 കസേര വരുന്നുണ്ട്, അതുപോലത്തെ സെയിം ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മിറർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടേബിൾ ഫാൻ, AC വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ റൂമിലുള്ളത്. പിന്നെ എന്താ പറയുന്നത്, വർക്ക് ഏരിയ ആണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. അത് സാരമില്ല, നമ്മുടെ ഹോം ടൂർ വീഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറയും. നമ്മുടെ ഒരു അലങ്കോല സാധനങ്ങളൊക്കെ ഇട്ടതൊരു ഇതാണ്. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഇത് മൈ കിച്ചൺ എന്നാണ് ഞാൻ ഇതിൻ്റെ പേരിട്ടാണ്. കാരണം ഞാൻ ഇതിനകത്താണ് കൂടുതൽ കുക്കിംഗ്, അഥവാ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എന്ത് കുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തൊരു വാഷിംഗ് മെഷീൻ, ഫോൺ, അതേപോലെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. ലാക്കിയുടെ എപ്പോഴും കിടക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാവേ. നമ്മുടെ ഇരക്കണ കല്ലൊക്കെ ഉണ്ട്. അങ്ങോട്ടെന്ന് പറയാൻ നമുക്ക് ചെറിയ കുളവും പിന്നെ ഒരു കയ്യാണി ഉണ്ട് കേട്ടോ, അലക്കണ ഭാഗം. അയ്യോ മഴ, ഇന്ന് സാധാ ഒരു ടാങ്ക് കാണാം. നമുക്ക് അവിടെ ഒരു ടാപ്പ് കാണാം. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ടാപ്പൊക്കെ കൈ കഴുകാനൊക്കെ പുതിയതായിട്ട് ഫിറ്റ് ചെയ്തതാണ്. നമ്മുടെ ഷെഡാണ് കേട്ടോ. തീ എത്തിക്കാൻ പോരാ. ഞാൻ വേഗം ഈ മഴയൊന്ന് വരുന്നതിന് മുമ്പ് ഞാൻ ടെറസ് കാണിച്ചാലും ടെറസ് ഭയങ്കര കെമിക്കൽസൊക്കെയാണ് കിടക്കുന്നത്. അതാണ് നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം. ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. ഇപ്പോൾ ടെറസിന് നമ്മുടെ മണ്ടയ്ക്ക് കയറി പോകുമ്പോൾ ഞാനുണ്ടോ വലിച്ച് പറിച്ചിട്ട് എന്തായാലും അത് ഇളകിപ്പോയി. അപ്പോൾ ഞാൻ എന്നെ അത് കണ്ടോ ഈ ഒരു പച്ചക്കറി. അയ്യോ മഴ വന്നിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പോട്ടെ. കണ്ടോ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഫുള്ള് നമ്മുടെ സോളാർ ചൂടേ ഇട്ടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ടെറസിൻ്റെ അവസ്ഥ എന്ന് പറയണത്. വ്യൂ കണ്ടോ ഗൈസ്? ഇവിടുന്നൊക്കെ റീലെടുക്കാൻ എന്നെ സുഖമായിരിക്കും അല്ല ഗൈസ്? കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ കണ്ടോ? അയ്യോ നമ്മൾ പയ്യൻ കാണുന്നത് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകേണ്ടത് കേട്ടോ. മമ്മിയുടെ ചെരുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. ഈ ഷെഡിൻ്റെ മണ്ടൊക്കെയാണ് എടുക്കുന്നത് കണ്ടാവും. ഇത് കണ്ട് ഈ ഷെഡിൻ്റെ മണ്ടഭാഗം, ഇതാണ് ഷെഡിൻ്റെ മണ്ടഭാഗം എന്ന് പറയണത്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറയുക. കാരണം എനിക്ക് ഭയങ്കര പണ്ട് തൊട്ടുള്ള എന്ന് വെച്ചാൽ ഈ വീട് പണിത് ഹൗസ് വാമിങ് ആയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ്. ഹൗസ് വാമിങ് എനിക്ക് ഇടാൻ പറ്റില്ല. ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്തത് ശരിയാണല്ലോ, എന്തോ ഒരുമാതിരിയാണ്. അപ്പം അത് ഞാൻ ഇടുന്നില്ല. തൽക്കാലത്ത് ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ അപ്പനെ കിട്ടാനില്ല എനിക്ക് ക്യാമറ എടുക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഇങ്ങനെ എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ ഓടുമ്പോഴും ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന കാര്യമില്ല. അപ്പയ്ക്ക് എപ്പോഴും ഓരോരോ പണിയാണ്. കാരണം ഇവിടെ ആഴ്ചയിലാണ് വരുന്നത്. ചില സമയത്തൊക്കെ 2-3 ദിവസം വരും. അതൊക്കെ വരാം. ആഴ്ചയിലാണ് വരുന്നത്. അപ്പം പണിയൊന്നും കുറേ പണിയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സമയം കിട്ടണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഞാൻ ആഗ്രഹിച്ചു വെച്ചാണെങ്കിൽ ഇപ്പം ചെയ്യും. പിന്നെ എനിക്ക് നമ്മുടെ നെല്ലിയാടി വീട്ടിൽ ഒരു ഹോം ടൂർ വരുന്നുണ്ട്. അതിലാണ് ഞാൻ വേറെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര എനിക്കൊരു യൂട്യൂബിലെ വീഡിയോ അപ്ലോഡ് ചെയ്യണം ആ ഒരു സന്തോഷം എനിക്ക് മനസ്സിലുണ്ട് കേസ്. പിന്നെ പറയണത്
ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനിൽ പോയിട്ട് ഓൾ ഒപ്പിക്കാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസും കിട്ടും. പിന്നെ കമൻറ്റ് സെക്ഷൻ ഓൺ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ചെറിയൊരു ഗീവ് അവേനെ കൊണ്ട് കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് ആവണം. ഇപ്പോൾ അതിൽ കൂടുതൽ 500 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ 1K ഒരു ഗിവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ ലയൺ ആൻഡ് വാച്ചിങ്. ബൈ.